don't get misled by the title. നമ്മുടെ ഇപ്പോഴത്തെ ഒരു പൊളിറ്റിക്കൽ സൊസൈറ്റി ആയതുകൊണ്ട് പറയുക, കേരള ഗവൺമെന്റിനെയോ കേരള സ്റ്റേറ്റിനെയോ അല്ല എതിർക്കുന്നത്. റെഗുലർലി മലയാളം സിനിമ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എനിക്ക് ഇത്ര റെസ്പോൺസിബിലിറ്റി ഫീൽ ചെയ്യില്ല. നമ്മൾ കുറേ നാൾ ചെയ്യാതെ ഒരു സിനിമ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു പേടിയും കാര്യങ്ങളൊക്കെ വരാം. If it's a writ to change something about the law, അത് ആ സ്റ്റേറ്റിനെതിരെ ആയിരിക്കും, അല്ലെ ആ കൺട്രിക്കെതിരെ ആയിരിക്കും. ആ റിലേഷൻഷിപ്പ് വർക്ക് ആയതുകൊണ്ടല്ലേ ആൾക്കാർ നോട്ടീസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു നോൺ ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് സ്ക്രീനിൽ പോർട്രേ ചെയ്യാൻ പറ്റിയെന്നുണ്ടെങ്കിൽ I think it was very successful. അച്ഛനെതിരെ ഒരു വില്ലൻ വേഷമൊക്കെ ആഗ്രഹമുണ്ടോ? Yeah, sure. Imagine being a villain to a superstar. That's something any actor would want to do. ചതിച്ചിട്ട് പോയ ഒരു തേപ്പുകാരി എന്നുള്ള ഒരു ഗേളിനെ മെൻഷൻ ചെയ്യുന്നതിന് പകരം അവർക്കൊരു സൈഡുണ്ട്. എന്തുകൊണ്ടായിരിക്കാം? ജഗദീഷ് ശ്രീകുമാർ സാർ എന്ന ലെജൻഡ്, അദ്ദേഹം ആദ്യമായിട്ടൊരു ഫുൾ ഫ്ലെഡ്ജ് റോൾ ഒരു സിനിമയിൽ ആഫ്റ്റർ ദി അൺഫോർച്ചുനേറ്റ് ഇൻസിഡൻറ്റ് ചെയ്യുന്നത്. വേറൊരാളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എനിക്ക് അത് മാറാൻ പറ്റത്തില്ല. ഞാൻ എൻ്റെ ഈ പേഴ്സണാലിറ്റി കൊണ്ട് ഒഫൻഡഡ് ആയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഐ എം നോട്ട് സോറി, ദിസ് ഇസ് ഹു ഐ ആം. മാരി സാർ ഇതിന് മുന്നേ എന്നെ 1-2 പ്രാവശ്യം വിളിച്ചിരുന്നു ആളുടെ മുന്നത്തെ 2 സിനിമകളിൽ. അതിൽ ഫസ്റ്റ് പരിയേരും പെരുമാളായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു നല്ല സിനിമ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ അത് കഴിഞ്ഞ് എന്നെ വേറൊരു സിനിമയിൽ ഒരു കഥാപാത്രത്തിനെ വിളിച്ചിരുന്നു, അത് ചെയ്യാൻ പറ്റിയില്ല. ഫൈനലി വീണ്ടും എന്നെ വിളിച്ചപ്പോൾ ഐ വാസ് ലൈക്ക് വെരി ഹാപ്പി. ജാനകിയെ പോലത്തെ ഒരുപാട് പേരുണ്ടാവാം സൊസൈറ്റിയിൽ, പക്ഷെ അത് ഉണ്ടാവാതിരിക്കണം എന്നുള്ളതാണ് നമ്മൾ ഈ സിനിമയിലൂടെ ആഗ്രഹിക്കുന്നത്. ഹായ്, JSK എന്ന സിനിമയുടെ ടീമാണ് റിപ്പോർട്ടറിനൊപ്പം ചേർന്നിരിക്കുന്നത്. മാധവ് സുരേഷ് ഉണ്ട്, അനുപമ പരമേശ്വരനുണ്ട്, ശ്രുതി രാമചന്ദ്രനുണ്ട്, വൈഷ്ണവിയുണ്ട്. സ്വാഗതം. ഫൈറ്റ് സീൻ കാണുന്ന ഒരു ത്രില്ല് തരുന്ന ഡയലോഗുകളാണ് പല കോർട്ട് റൂം ഡ്രാമകളിലും നമ്മൾ കാണാറുള്ളത്. ഇപ്പം നമുക്ക് JSKയുടെ വളരെ ചെറിയ ചെറിയ എന്താ പറയുക കുഞ്ഞൊരു ടീസറും കുറേ ഒരു ലിറിക്സ് വീഡിയോയും മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പം എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്, ഈ സിനിമയ്ക്കകത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുതരം എന്താ പറയുക ഒരു ഫൈറ്റ് മൂഡ് തരുന്ന ഡയലോഗുകൾ ഒരുപാട് പറയാനുണ്ടോ? അനുഭവിക്കുക എങ്ങനെ അങ്ങനത്തെ ഒരു ഇൻട്രാക്ഷൻ ഉണ്ടോ? അങ്ങനത്തെ ഇൻട്രാക്ഷൻ സിനിമയിലുണ്ട്, പക്ഷെ ഐ മീൻ അത് കൂടുതൽ എനിക്ക് പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഇൻട്രാക്ഷൻസ് ഉണ്ട്. അതായത് അതാണ് ഒരു സ്വാഭാവികമായിട്ട് സിനിമയുടെ ഒരു ക്രക്സ് വരുന്ന പോയിന്റ്. അല്ല, കോർട്ട് റൂം സീൻസിൽ അനുഭവിക്കാൻ അങ്ങനെ പറയാനായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ബട്ട് ദ സ്റ്റോറി ഈസ് അബൌട്ട് ജാനകി ആൻഡ് ജാനകിയുടെ ഫൈറ്റിനെ കുറിച്ചാണ് കഥ സംസാരിക്കുന്നത്. അപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് തന്നെയാണ് അത്. അല്ലാതെ കോർട്ട് റൂമിൽ ഇത് വരുന്ന വക്കീൽമാർക്കാണല്ലോ, അപ്പോൾ അവർക്കുണ്ട്. ഞാൻ വക്കീലായിട്ടാണ്, അപ്പൊ എനിക്ക് ഗോപി അച്ഛന് മാത്രമല്ല, ദിസ് ഇസ് അബൌട്ട് ജാനകി. ജാനകിയുടെ ബാറ്റിലിനുള്ളിൽ ഈ ജാനകിയെ സപ്പോർട്ട് ചെയ്യാനും എതിരും വരുന്ന ആൾക്കാരുടെ ഉള്ളിൽ വരുന്ന ബാറ്റിൽസും ഉണ്ട്. സോ യെസ്, എല്ലാവർക്കും അവരുടേതായ സ്ക്രീൻ സ്പേസും അവരുടേതായ ക്യാരക്ടറിൻ്റെ വെയിറ്റേജും ക്യാരക്ടർ ആർക്കും കൊടുത്തിട്ടുണ്ട്. ഇതിലൊരു ഗ്രോത്ത് എന്ന് പറയുമ്പോഴത്തേക്കും പല പല ഇമോഷൻസിൻ്റെ obviously that be portrayed on screen. So എല്ലാവർക്കും അവരുടേതായ ഒരു സ്പേസ് കിട്ടിയിട്ടുണ്ട്. It's everybody's perspective of the same story. ഇപ്പം അനുപമയുടെ ഇപ്പം മലയാള സിനിമയിലുള്ള ഒരു ബാക്ക് ടു ബാക്ക് സിനിമകൾ ലാംഗ്വേജുകളിൽ ചെയ്യുന്നുണ്ടെങ്കിൽ മലയാള സിനിമയിലേക്ക് വരുമ്പോൾ വളരെ ഓർമ്മിക്കപ്പെടുന്ന കുറച്ച് കഥാപാത്രങ്ങളായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിന് ശേഷം എനിക്ക് തോന്നുന്നു പെറ്റ് ഡിറ്റക്റ്റീവ്സും കൂടെ വരുന്നുണ്ട്. അതാണ് നമുക്ക് പെട്ടെന്ന് അനുപമയുടെ ബാക്ക് ടു ബാക്ക് പടം എന്നുള്ളത് മലയാളത്തിൽ കുറച്ച് നാളായിട്ട് കാണാറില്ല. ഇപ്പം നമുക്ക് അങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. ഫഹദൊക്കെ പറയുന്നുണ്ടായിരുന്നു, മറ്റു ലാംഗ്വേജിൽ പോയിട്ട് അദ്ദേഹം സിനിമ തിരഞ്ഞെടുക്കുമ്പോൾ മലയാളത്തിൽ തിരഞ്ഞെടുക്കുന്നത് പോലെയല്ല, ഇവിടെ എനിക്ക് പ്രതീക്ഷയുടെ വലിയൊരു എന്താ പറയുക ഭാരം എന്നല്ലെങ്കിലും ആളുകൾക്ക് ഉണ്ടാവും. പക്ഷെ മറ്റ് ലാംഗ്വേജിൽ എത്തുമ്പോൾ ഞാൻ കുറച്ച് ചിലപ്പോൾ ഈസി ആയിട്ട് സെലക്ട് ചെയ്യും. അങ്ങനെ ഒരു ഫ്രെയിം വർക്കിൽ പറയാറുണ്ട്. അപ്പോൾ അനുപമ അങ്ങനെ മലയാളത്തിൽ ചെയ്യുന്നുണ്ട്, തെലുങ്കിൽ അത്രയും നല്ല രീതിയിൽ അവിടെ എസ്റ്റാബ്ലിഷ്ഡ് ആയി കഴിഞ്ഞു. അപ്പോൾ തെലുങ്കിലൊരു സ്പേസ് ഉണ്ട്. അതിൽ നിന്ന് മലയാളത്തിലേക്ക് തിരിച്ചു വരാമെന്ന് പറയാൻ പറ്റില്ല, നിങ്ങൾ എല്ലാ ലാംഗ്വേജും ചെയ്യുന്ന പോലെ. അപ്പോൾ മലയാളത്തിൽ പിന്നൊരു സിനിമ തിരഞ്ഞെടുക്കുന്ന സമയത്ത് കുറച്ചും കൂടെ എന്തൊക്കെയാണ് ക്രൈറ്റീരിയ വെക്കുക? ഇപ്പം എന്താന്ന് വെച്ചാൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട് കുറച്ചും കൂടെ. ഒരു പക്ഷെ ഞാൻ റെഗുലർലി മലയാളം സിനിമ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എനിക്ക് ഇത്ര റെസ്പോൺസിബിലിറ്റി ഫീൽ ചെയ്യില്ല. നമ്മൾ കുറേ നാൾ ചെയ്യാതെ ഒരു സിനിമ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു പേടിയും കാര്യങ്ങളൊക്കെ വരിക. ഇപ്പം തെലുഗു ഇൻഡസ്ട്രിയിൽ നിന്ന് ഇപ്പം ഞാൻ ഏത് ക്യാരക്ടർ ചൂസ് ചെയ്യുകയാണെങ്കിലും എനിക്ക് ചെയ്യാൻ അത്യാവശ്യം ഉള്ള ക്യാരക്ടേഴ്സ് ഞാൻ ചെയ്യാറുള്ളൂ. അത് ഏത് ഭാഷയിലാണെങ്കിലും, ഈവൺ ഇഫ് ഇറ്റ്സ് തെലുഗു, തമിഴ്, അവിടെ വേറൊരു ഇതിൽ ഇത്തിരി പോരെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഇതുവരെ. സോ ഇപ്പോൾ ഈ മലയാളം എന്ന് പറയുമ്പോൾ നമ്മുടെ ഓൺ പ്ലേസ് ആണ്. നമ്മൾ ഒരുപാട് നാളുകൾക്ക് ശേഷം പല കാരണങ്ങൾ കൊണ്ടും ഒരുപാട് നാളുകൾക്ക് ശേഷവും മലയാളത്തിൽ ചെയ്യാണ്. അപ്പോൾ ചെയ്യുമ്പോൾ ഒരു നല്ല സിനിമ ചെയ്യണമെന്നുണ്ടായിരുന്നു. പറഞ്ഞ പോലെ ഇപ്പോൾ പെറ്റ് ഡിറ്റക്ടീവ്സ് വരുന്നുണ്ട്. അത് ഇതിൽ നിന്നും ഭയങ്കര, അത് കോമഡി ഫിലിമാണ്, ഫുൾ കോമഡിയാണ്. ഇത് ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ള ഫിലിം, അത് ഭയങ്കര കോമഡി ആയിട്ടുള്ള ഫിലിം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു 2-3 സിനിമ മലയാളത്തിൽ തന്നെ സൈൻ ചെയ്തിട്ടുണ്ട്.
പാരലി തെലുഗുവിൽ സിനിമകളുണ്ട്. അത് ഒരെണ്ണം അതിൽ ഹൊറർ ഫാൻറ്റസി, ഒരെണ്ണം ഒരു ട്രാവൽ ഫിലിം, ഒരെണ്ണം ഫോക്ലോറാണ്, ഒരെണ്ണം കോമഡിയാണ്. അങ്ങനെ ഐ വാണ്ട് ടു ഡു എ ബ്ലെൻഡ് ഓഫ് ഫിലിംസ്. അപ്പോൾ ഐ ഡോണ്ട് ഡിഫറൻഷിയേറ്റ് എന്താ ഇൻഡസ്ട്രീസിനെ ഡിപ്പെൻഡ് ചെയ്ത് സിനിമ ചെയ്യുന്ന ആളല്ല ഞാൻ. വാട്ട് എവർ ഇസ് നൈസ്, വാട്ട് എവർ ഇസ് ഐ തിങ്ക് ഐ ക്യാൻ പ്ലേ വെൽ ആൻഡ് വർക്ക്സ് ഫോർ മീ, ഞാൻ ചെയ്യുന്ന അത്രേ ഉള്ളൂ. ഇപ്പോൾ വൈഷ്ണവിലേക്ക് വന്നപ്പോൾ കിഷ്കിന്ധാകാന്ഡത്തിലെ ആ ഒരു വേഷം എന്ന് പറയുന്നുണ്ട്. അപ്പം ആ എൻ്റയർ സിനിമയിൽ നമ്മളിങ്ങനെ അതിലത്തെ ഓരോ കഥാപാത്രങ്ങളെ അറിഞ്ഞറിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് വളരെ കുറച്ച് സമയം കാണാൻ കിട്ടുന്ന ഒരാളാണ്. പക്ഷെ അയാളാണ് ആ സിനിമയുടെ എന്താ പറയുക, അതിൻ്റെ പെയിൻ മുഴുവൻ ഒരുപാട് സഹിക്കുന്ന ഒരു കഥാപാത്രം. അപ്പം നമുക്ക് ഈ ആളുകൾ വല്ലാതെ ഓർക്കുന്ന ഒരു വേഷം, പക്ഷെ നമുക്ക് പറയത്തക്ക ഡയലോഗുകളൊന്നും ഇല്ലാതിരിക്കുക, പക്ഷെ ആളുകളുടെ ഉള്ളിൽ ഒരു വേദനയായിട്ട് സിനിമ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഉണ്ടാവുക എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. അത് നമ്മുടെ എന്താ പറയുക, കരിയറിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ അതും ഇത്രയും ചർച്ചയായിട്ടുള്ള ആളുകൾ ഇത്ര ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞപ്പോൾ ലൈക്ക് ആ ഒരു സന്തോഷത്തെ ഇപ്പം നമ്മളതിൽ ആസിഫ് അലി അതിൻ്റെ ഒരു സന്തോഷം പങ്കുവയ്ക്കുന്ന കണ്ടിട്ടുണ്ട്, ബാഹുൽ രമേഷും അതിൻ്റെ വിജയരാഘവനും എല്ലാവരും ആ ഒരു കിഷ്കിന്ധാകാന്ഡ സിനിമയെ പറ്റി പറയുന്നത് കേട്ടിട്ടുണ്ട്. വൈഷ്ണവീൻ്റെ ഒരു ലൈക്ക് കിഷ്കിന്ധാകാന്ഡ അനുഭവം എന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. എൻ്റെ അനുഭവം എനിക്ക് ഭയങ്കര പ്രൗഡുള്ള ഒരു മൊമെൻ്റ് ആണ് പടം ഇറങ്ങിയത് ആക്ച്വലി. കാരണം കുറേ പേര് എനിക്ക് മെസ്സേജ് ചെയ്ത് വിളിച്ചു. പലർക്കും പറയാനുള്ളത് അവർ ഞെട്ടിപ്പോയി എന്നാ. എൻ്റെ സൈഡിൽ നിന്ന് അങ്ങനെ ഒരു പെർഫോമൻസ് അവർ ലൈക്ക് ആ ഏജ് എന്ന് പറയുന്നത് ആ ക്യാരക്ടറിൻ്റെ ഏജ് ലൈക്ക് 33 അത്രയുണ്ട്. സോ എൻ്റെ ഏജിലുള്ള ഒരാൾ അത് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ അത് പലർക്കും ഷോക്കായി പോയി. ആക്ച്വലി അവർ തന്നെ ചോദിച്ചു നീ തന്നെയാണോ എന്നുള്ളതൊക്കെ. പിന്നെ ഈ പറഞ്ഞ പോലെ എവിടെ പോയാലും നമ്മൾക്ക് ആ സിനിമയെ പറ്റി അല്ലെങ്കിൽ ആ ക്യാരക്ടർ പറയുമ്പോൾ തന്നെ ആൾക്കാരത് ചോദിക്കും, ഓ ആ ആളാണോ എന്നുള്ളത്. സോ അതൊരു പ്രൗഡ് മൊമെന്റ്. എനിക്ക് ആക്ച്വലി ആദ്യം കണ്ട സമയത്ത് മനസ്സിലായില്ല. പിക്ചറാണല്ലോ കിടക്കുന്നത്. അത് ആക്ച്വലി അത്രയും ഇൻറ്റൻസ് മേക്കപ്പ് ആണ്, വിഗ് ഒക്കെ വെച്ച്, ഇവിടെ മുടിയൊന്നും ഇല്ലല്ലോ. സോ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ശ്രുതി ഇപ്പം ഇതിൻ്റെ ഒപ്പം കുറേ കാര്യങ്ങളും ഒപ്പം ചെയ്യുന്നുണ്ടല്ലോ സിനിമയുടെ ഒപ്പം തന്നെ. രസമായിട്ടുള്ള ഇപ്പം നിങ്ങളുടെ ഒരു ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ, അല്ലാതെ നിങ്ങളിപ്പം ബൈ ബൈപാസ് പോലെ അതിൻ്റെ ഒരു സ്പേസിൽ നാടകം കാണാൻ വന്നപ്പോഴൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ടിക്കറ്റ് ഫസ്റ്റ് ഷോ ഇവിടെ ഫോർട്ട് കൊച്ചിയിൽ ഉണ്ടായിരുന്ന സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാടകം കുറച്ച് കാണാനൊക്കെ ഇഷ്ടം. പിന്നെ നമുക്ക് അത്രയും നാടകത്തിന് അത്രയും സ്പേസസ് കിട്ടലും ഇല്ലല്ലോ. IFFKക്കൊക്കെയാണ് ആകെ പോകാൻ പറ്റലുള്ളത്. അപ്പം എനിക്ക് കാണുന്ന സമയത്ത് ഭയങ്കര രസമായിട്ട് തോന്നാറുണ്ട്. ലൈക്ക് നാടകവും ഉണ്ട്, ഇടയ്ക്ക് മറ്റേ സീരീസിൻ്റെ റൈറ്റിങ്ങും ഉണ്ട്. ഇങ്ങനെ പല പല കാര്യങ്ങളും ഒന്നിച്ച് ചെയ്യുന്ന സമയത്ത് അതിനെയൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്ത് ചെയ്യുന്നു. ലൈക്ക് അങ്ങനെ ഒരു ഒഴുക്കിൻ്റെ കൂടെ പോകുന്ന ആളാണോ അതോ ഭയങ്കര പ്ലാൻഡ് ആണോ ആക്ച്വലി ഇത് അങ്ങനെ കൃത്യമായിട്ട്? രണ്ടും ഉണ്ട്. ഐ തിങ്ക് രണ്ടിൻ്റെയും ഒരു മിക്സ് ഉണ്ട്. കാരണം ഞാൻ സിനിമയ്ക്ക് മുന്നേ ഒരു അത്യാവശ്യം കോർപ്പറേറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഞാൻ വന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇപ്പോഴും കിടക്കുന്നുണ്ട്, പിന്നെ നന്നായിട്ട് കിടക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു പ്ലാനിങ് അതുണ്ട്. പക്ഷെ ഇപ്പോൾ അന്ന പറഞ്ഞ ചെയ്യുന്ന കാര്യങ്ങൾ ഐ ഫീൽ എനിക്കെല്ലാം ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ഒരു ഒഴുക്കിൽ അങ്ങനെ വരും. ലൈക്ക് റൈറ്റിംഗ് ഫോർ എക്സാമ്പിൾ, അതിലേക്ക് കയറുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ. അത് കോവിഡിൻ്റെ സമയത്ത് വളരെ എന്താ പറയുക ബൈ ചാൻസ് നടന്ന ഒരു സംഭവമാണ്. സോ അങ്ങനെ അതെനിക്ക് ആ പ്രോസസ്സ് അപ്പോൾ എനിക്ക് ഇഷ്ടമായി. അപ്പോൾ അത് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. ഇനി എന്തെന്ന് എനിക്കറിയില്ല, പക്ഷേ ദാറ്റ് വാസ് വെരി ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ മാധവ് സുരേഷ് ഇപ്പം മലയാളത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്ന എസ്പെഷ്യലി ഈ ഇയർ എന്ന് പറയുന്നതിൽ എല്ലാ സമയത്തും മലയാള സിനിമ കോണ്ടന്റുകൾ കൊണ്ട് അത്ഭുതപ്പെടുത്താറുണ്ട്, മേക്കിംഗ് കൊണ്ട്. ഇപ്പോൾ 2024 അങ്ങനത്തെ ഒരു വർഷമായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു 2025 നമ്മൾ നോക്കുന്ന സമയത്ത് മലയാള സിനിമ ഇതുവരെ പരീക്ഷിക്കാത്ത ജോണറുകൾ മുഴുവൻ പരീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ വല എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഒരു സ്പേസിൽ നമ്മൾ കാണുന്നു. അതല്ല ജാംബി പോലെ ഒരു പടം വരുന്നുണ്ട്. ഹൊറർ മൂവീസ് തന്നെ വളരെ കുറവ്, പക്ഷെ ഹൊററും വരുന്നുണ്ട്, സോംബി പടം വരുന്നു, അങ്ങനെ എല്ലാം വരുന്നു. അപ്പം അങ്ങനത്തെ ഒരു സ്പേസിലാണ് വളരെ യങ് ആയിട്ടുള്ള ഒരു ആക്ടർ വന്ന് നിൽക്കുന്നത്. അപ്പം എന്താ പറയുക, നമ്മൾ എനിക്ക് തോന്നുന്നു ഇപ്പം എസ്പെഷ്യലി മാധവൻ്റെ ഒക്കെ ജനറേഷൻ എന്ന് പറഞ്ഞപ്പോൾ മാർവൽ കുറേ ഇംഗ്ലീഷ് സിനിമകളിൽ നമ്മൾ കാണുന്ന ജോണറുകളൊക്കെ നമുക്ക് ഇവിടെ ട്രൈ ഔട്ട് ചെയ്യാൻ പറ്റുകയാണല്ലോ. അപ്പം ഈ ടൈമിൽ തന്നെ വന്നതിൽ ഭയങ്കര ഒരു സന്തോഷമുണ്ടോ ഈ സമയത്ത് മലയാള സിനിമയിൽ എത്തിയില്? വലയെ പറ്റി സംസാരിക്കുന്നതിന് തന്നെ ഇത് now that you brought up this point, ഗഗനചാരിയെ പറ്റി പറയണമെന്നുണ്ട്. യെസ് ഓഫ് കോഴ്സ്, ഗഗനചാരി അത്രയും. Gaganachari was a movie that was well inside the cooker. It was working എൻ്റെ വർക്ക് നടന്നുകൊണ്ടിരുന്നത് since about 2019 if I'm not wrong, and റെഡിയായി വെച്ച പടം ഒരുപാട് ഡിലേ കഴിഞ്ഞാൽ റിലീസായത്. നമ്മുടെ ക്രൗഡ് ശരിക്കും പറഞ്ഞ നമ്മുടെ വ്യൂവേഴ്സ് ശരിക്കും പറഞ്ഞ ഈ ഒരു ജനറേഷനിലാണ് നേരത്തെ പറഞ്ഞ പോലെ റെഡി ആയത് ഇങ്ങനത്തെ ഒരു കോണ്ടന്റ് അക്സെപ്റ്റ് ചെയ്യാൻ. നമുക്കത് ഉണ്ടാക്കാനുള്ള മീൻസും ഉണ്ടായിരുന്നു, അതിന് താല്പര്യമുള്ള ക്രിയേറ്റേഴ്സും ഉണ്ടായിരുന്നു. ആൻഡ് ഫോർ റെഫറൻസ്, അതിശയൻ എന്നൊരു സിനിമയും സൈഫൈ ആണ്, സയന്റിഫിക് ഫിക്ഷൻ ആണ്. അത് അത്രയും വർഷം മുന്നേ വന്നതാണ്. പക്ഷെ അതിന് ആസ് എ സൈഫൈ മൂവി അല്ല,
ഒരു കിഡ്സ് മൂവി എന്നുള്ള രീതിയിലാണ് അതിനൊരു അക്നോളജ്മെന്റ് കിട്ടിയത്. ബട്ട് ഇറ്റ്സ് എൻ ആക്ച്വൽ സൈഫൈ മൂവി, ഇറ്റ്സ് എ കോൺസെപ്റ്റ്. ഹൾക്ക് പോലൊരു കോൺസെപ്റ്റ് ആണ്. അപ്പോൾ ഈ ഒരു ജനറേഷനിൽ കൂടുതൽ അതൊരു കിഡ്സ് മൂവി ആയിട്ടോ അല്ലെങ്കിൽ ഒരു എന്റർടൈൻമെന്റ് മൂവിയെക്കാട്ടിലും ഒരു പ്രോപ്പർ സൈഫൈ ആയിട്ട് അതിനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് കേപ്പബിലിറ്റി ഉള്ള ഒരു ക്രൗഡാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിനൊരു നീഷ് ഉണ്ട്. നമുക്ക് ഇപ്പം മലയാളത്തിൽ എന്ന് പറയുന്നില്ല, പ്രേക്ഷകർ കുറച്ചും കൂടെ മറ്റു ലാംഗ്വേജിലെ സിനിമകൾ കുറേം കൂടെ കാണുന്നുണ്ട്. അത് പക്ഷേ മലയാളത്തിൽ വന്നാൽ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പൺ സ്പേസും കൂടെ ഇപ്പോഴത്തെ എല്ലാ പ്രേക്ഷകരും അല്ല, ഒരു വൺ ഗ്രൂപ്പ്. ആക്ച്വലി തിയേറ്ററിലേക്ക് വരാൻ ആളുണ്ട് ഇപ്പം അങ്ങനത്തെ. അതെ, ഒരുപാട് പേരല്ലെങ്കിലും വി സ്റ്റിൽ ഹാവ് ദ നീഷ്. അവർ കയറും ഇങ്ങനത്തെ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ. And I'm very proud to be a part of this project because not only are we doing the first zombie movie in, probably not in India, but in Malayalam definitely. Jagadish Srikumar sir എന്ന ലെജൻഡ്, അദ്ദേഹം ആദ്യമായിട്ടാണ് ഒരു ഫുൾ ഫ്ലെഡ്ജ് റോൾ ഒരു സിനിമയിൽ ആഫ്റ്റർ ദി അൺഫോർച്ചുനേറ്റ് ഇൻസിഡന്റ് ചെയ്യുന്നത്. ആൻഡ് അതിൻ്റെ ഒരു ഭാഗമാകാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. മൈ ഫാമിലി ഈസ് ഓൾസോ വെരി പ്രൗഡ് ഓഫ് ദാറ്റ്. എൻ്റെ ചേട്ടനും ഉണ്ട്, ആക്ച്വലി എൻ്റെ ചേട്ടനുണ്ട്, ഞാനും ഉണ്ട് ഈ സിനിമയിൽ. സോ മണിയൻ ചിറ്റപ്പനായിരുന്നു ആക്ച്വലി ശേഷം നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നത്. ലെറ്റ്സ് സീ, വിൽ ഗോ ലൈക്ക് ദാറ്റ്. ഗഗനചാരി ടു വല, വല ടു മണിയൻ ചിറ്റപ്പൻ. ഐ എം ഷുവർ അരുൺ ചന്തു ദ ഡയറക്ടർ വിൽ ക്രാക്ക് യുവർ മൈൻഡ്സ്. ഓക്കെ, ഇപ്പൊ നമ്മൾ JSKനെ പറ്റിയിട്ട് ചോദിക്കണമെന്നുണ്ട്. പക്ഷെ എനിക്ക് എന്ത് ഡൗട്ട് എന്ന് വെച്ചാൽ ഇതിൽ എന്തൊക്കെ നിങ്ങൾ പറയുമെന്നാണ്. ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിച്ചപ്പോൾ നിങ്ങൾ റിസർവ് ആയിട്ടാണ്. അപ്പൊ ഞാൻ ഓപ്പൺ ആയിട്ട് വെക്കുവാണ്. ആക്ച്വലി JSKനെ പറ്റിയിട്ട് എന്തൊക്കെയാണ് ഈ ഒരു ഘട്ടത്തിൽ ആസ് ആക്ടേഴ്സ് നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ? ഭയങ്കര സസ്പെൻസ് പടായതുകൊണ്ടാണ് ഏത് സ്ഥലത്തുനിന്ന് ചോദിക്കണം എന്ന് ഒരു പിടുത്തം കിട്ടാത്തത്. ആസ് എ ടൈറ്റിൽ സജസ്റ്റ്, ജാനകി വേഴ്സസ് ദ സ്റ്റേറ്റ് ഓഫ് കേരള. നമ്മുടെ ഇപ്പോഴത്തെ ഒരു പൊളിറ്റിക്കൽ സൊസൈറ്റി ആയതുകൊണ്ട് പറയുക, കേരള ഗവൺമെന്റിനെയോ കേരള സ്റ്റേറ്റിനെയോ അല്ല എതിർക്കുന്നത്. ഒരു ലീഗൽ കേസ്, if it's a writ to change something about the law, അത് ആ സ്റ്റേറ്റിനെതിരെ ആയിരിക്കും, അല്ല കൺട്രിക്കെതിരെ ആയിരിക്കും കേസ് കൊടുക്കുന്നത്. വിക്ടിം കേസ് കൊടുക്കുന്നത് അവർക്കെതിരെ ആയിരിക്കും. ദാറ്റ്സ് ഹൗ ഇറ്റ് വർക്ക്സ്. സോ ഡോണ്ട് ഗെറ്റ് മിസ്ലെഡ് ബൈ ദ ടൈറ്റിൽ. ടൈറ്റിൽ വെറുതെ വായിച്ചിട്ട് കാര്യം അറിയാതെ റിയാക്ട് ചെയ്യരുത്. ആൻഡ് നമ്പർ 2, യെസ്, ജാനകി, അനുപമ, എവറിത്തിങ് റിവോൾവ്സ് അറൗണ്ട് ഹർ. അതിൽ ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഫയർ ബ്രാൻഡ് ഇസ് ഓൾസോ കോംപ്ലിമെന്ററി ഫാക്ടർ, എ വെരി ഗുഡ് കോംപ്ലിമെന്ററി ഫാക്ടർ. അത്രയും തന്നെ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു വക്കീൽ വേഷമാണ് ശ്രുതി ചേച്ചി ചെയ്തിരിക്കുന്നത്. അനുപമയുടെ ഫ്രണ്ടായിട്ട് ഒരു ക്യാരക്ടർ ചെയ്യുന്നതാണ് വൈഷ്ണവിയുടെ. വളരെ റാൻഡം ആയിട്ട് ഒരു റാൻഡം സിറ്റുവേഷനിൽ അനുപമയുടെ ലൈഫിലോട്ട് കയറി വരുന്ന ഒരു ഇൻസിഡന്റ് കാരണം കയറി വരുന്ന ഒരാളാണ് എൻ്റെ ക്യാരക്ടർ നവീൻ. എൻ്റെ ചേച്ചിയായിട്ട് ദിവ്യ ചേച്ചിയുണ്ട്, അസ്കറക്ക പോലീസ് ഓഫീസറായിട്ട്. സോ ഇങ്ങനെ എല്ലാ ക്യാരക്ടേഴ്സിനും അവരുടേതായ ഒരു പേർപ്പസ് ഉണ്ട്. നേരത്തെ ബാറ്റിലിൻ്റെ കാര്യം ചോദിച്ചപ്പോഴത്തേക്കും, എവറി ക്യാരക്ടർ ഹാസ് ദർ ഓൺ ബാറ്റിൽ. Probably it's a battle outside, probably it's a battle within themselves. അത് അത്യാവശ്യം നന്നായിട്ട് പ്രവീൺ ചേട്ടന്, ദ ഡയറക്ടർ പ്രവീൺ നാരായണൻ, പ്രവീൺ ചേട്ടന് ഇതിൽ പോർട്രേ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് എൻ്റെ സ്ക്രീൻ പ്ലേയിൽ എനിക്ക് തോന്നുന്നത് നന്നായി വന്നിട്ടുണ്ടെന്നാണ്. ബട്ട് ഇറ്റ്സ് എ വെരി വെൽ റൗണ്ടഡ്, വെരി കംപ്ലീറ്റ് ഫിലിം. ഇപ്പൊ ജാനകിയിലൂടെയാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. ഇപ്പൊ അതിന്റെ ഒരു ടൈറ്റിൽ തൊട്ട് എല്ലാ സ്പേസിലും ജാനകിയാണുള്ളത്. ഇപ്പൊ സ്ത്രീ കേന്ദ്രീകൃതമാവുന്ന സിനിമകൾ അല്ലെങ്കിൽ സ്ത്രീകളുടെ എംപവർമെന്റ് കാണിക്കുന്ന സിനിമകളിൽ പല രീതിയിലുള്ള ഒരു കാലഘട്ടത്തിന് ശേഷം കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പം ആദ്യം സ്പേസ് കൊടുക്കുക എന്നുള്ളതായിരുന്നു, അല്ലെങ്കിൽ പിന്നീട് പവർഫുൾ ആയിട്ടുള്ള സ്ത്രീകൾക്ക് ഒരു പെർട്ടിക്കുലർ ഇമേജ് ഉണ്ടായിരുന്നു. വൾണറബിലിറ്റി എന്ന് പറയുന്ന ഒരു കോഴ്സ് ഭയങ്കരമായിട്ട് എടുത്തു കളഞ്ഞിട്ടുള്ള കഥാപാത്രങ്ങൾ വരുമായിരുന്നു. അല്ലെങ്കിൽ പക്ഷെ ഇപ്പം ഈ എന്താ പറയുക, ഫെമിനിറ്റീനെ എംബ്രേസ് ചെയ്തുകൊണ്ടുള്ള സ്ത്രീ കഥാപാത്രങ്ങൾ തന്നെയാണ്. അതിനൊരു പ്രത്യേക ഡെഫിനേഷൻ വെക്കാതെ ഒരു ബൈനറിയിൽ ഒതുക്കാത്ത സ്ത്രീ കഥാപാത്രങ്ങളൂടി വരുന്നുണ്ട്. എനിക്ക് ജാനകി എന്ന് പറയുന്ന ഒരു വേഷം, ഇപ്പം നമുക്ക് പേരെയൊക്കെ നമുക്ക് തോന്നും, ഓക്കെ സ്വാഭാവികമായിട്ട് അതിനകത്തൊരു വിമൻ സെൻട്രിക് ആംഗിൾ ഉണ്ടാവും എന്ന് തോന്നും. പക്ഷെ അത് ഒരു വളരെ പുതുമയിലാണോ അവതരിപ്പിക്കുന്നത്? പുതുമ എന്ന് പറയുമ്പോൾ ഇത് ഒരു എക്സ്പെരിമെന്റൽ ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കഥാപാത്രമല്ല. നമ്മുടെ റിയൽ ലൈഫിൽ നടക്കുന്ന, നമ്മുടെ റിയൽ ലൈഫിൽ നമ്മൾ കാണുന്ന ആൾക്കാരിൽ നിന്നും പെൺകുട്ടികളിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ് ജാനകി. അപ്പോൾ ഇത് ജാനകിയെ പോലത്തെ ഒരുപാട് പേരുണ്ടാവാം സൊസൈറ്റിയിൽ, പക്ഷെ അത് ഉണ്ടാവാതിരിക്കണം എന്നുള്ളതാണ് നമ്മൾ ഈ സിനിമയിലൂടെ ആഗ്രഹിക്കുന്നത്. സോ അത് എത്രത്തോളം ഡിഫറെൻ്റ് ആണെന്ന് ചോദിച്ചാൽ, ഞാൻ ചെയ്ത കഥാപാത്രങ്ങൾ എനിക്ക് ഡിഫറെൻ്റ് ആണ്, പക്ഷെ ഈ ഒരു കഥാപാത്രം യുണീക്ക് ആൻഡ് ഡിഫറെൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനത്തെ ആൾക്കാർ സൊസൈറ്റിയിലുണ്ട്. അപ്പൊ നമ്മൾ കാണാത്ത തരത്തിലുള്ള ആൾക്കാരില്ല, അങ്ങനത്തെ സിറ്റുവേഷൻസ് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം. ഡ്രാഗൺ എന്ന് പറയുന്ന ഒരു സിനിമയിലെ കീർത്തി എന്ന് പറയുന്ന കഥാപാത്രം, അപ്പോൾ അത് നമ്മൾ സിനിമ കാണുന്ന സമയത്ത് പേഴ്സണലി ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഡ്രാഗൺ കാണുന്നത്. അപ്പോൾ കയാതു ലോഹറിനൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന ഭയങ്കര ട്രെൻഡിങ് ആയി നിൽക്കുന്ന സമയത്താണ് കാണുന്നത്.
അപ്പോൾ നമ്മൾ പക്ഷേ അതിൻ്റെ പോസ്റ്റേഴ്സൊക്കെ വന്ന സമയത്ത് കീർത്തിനെയായിരുന്നു കൂടുതൽ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത്. സിനിമ കണ്ടിറങ്ങിയതിന് ശേഷം കീർത്തിക്കായിരുന്നു ഭയങ്കര ഒരു ആർക്കൊക്കെ രസമായി കണ്ടത്. ആദ്യം എന്താ പറയുക, ഈ പ്രേമിച്ച് ചതിക്കുന്നതിൻ്റെ വേറൊരു വേർഷൻ, എസ്പെഷ്യലി ഇപ്പോൾ മറ്റേ ഈ സൺഡേ ഹോളിഡേയിൽ അങ്ങനത്തെ ഒരു സീനുള്ളായിരുന്നു. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കണ്ട സമയത്ത് തോന്നിയത് അതിന് അങ്ങനെ ഒരു വായനയുണ്ടല്ലോ. ഇപ്പോൾ സൺഡേ ഹോളിഡേയുടെ കഥാപാത്രം ഇപ്പോൾ ആസിഫ് അലിൻ്റെ ക്യാരക്ടറിൻ്റെ കണ്ണിലൂടെ പറയുമ്പം അതങ്ങനെയാണ്. അത് തന്നെയായിരിക്കാം ഒരു പക്ഷെ അവിടെ, അങ്ങനെ ചതിയൊന്നും ഇല്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷെ ഇപ്പുറത്ത് വരുന്ന സമയത്ത് ഇതിൻ്റെ ഒരു ഭയങ്കര പ്രാക്ടിക്കലായിട്ട് രസമായിട്ട് ആ കഥാപാത്രത്തിൻ്റെ ഒരു സ്പേസും വന്നു. ആക്ച്വലി നല്ല രസമുള്ളൊരു വേഷമായിരുന്നു. എന്തെങ്കിലും കാണുന്ന സമയത്ത് അത് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ലൈക്ക് ആ കഥാപാത്രം കുറേ കൂടെ ഡിസ്കസ് ആവേണ്ടതായിരുന്നില്ലേ എന്നൊരു തോന്നൽ എനിക്ക് പേഴ്സണലി തോന്നി. അപ്പം അങ്ങനെ ഒരു നടിയോട് ചോദിക്കുമ്പോൾ എത്രമാത്രം അതിനകത്ത് പറയാൻ പറ്റുമെന്ന് അറിയില്ല. ബട്ട് സ്റ്റിൽ കീർത്തി എന്നുള്ള വേഷം കുറേ കൂടെ ഡിസ്കഷൻ ഉണ്ടായിരുന്നെങ്കിൽ രസമായിരുന്നില്ലേ? അത് ഡിസ്കഷൻ ആക്ച്വലി എനിക്ക് ഒരുപാട് ആൾക്കാർ അപ്രീഷിയേറ്റ് ചെയ്തൊരു കഥാപാത്രമാണ്. സോ വാട്ട് ഐ വാണ്ടഡ് ടു ട്രാൻസ്ലേറ്റ് ഓൺ സ്ക്രീൻ, വാട്ട് ദ ഡയറക്ടർ വാണ്ടഡ് ടു ട്രാൻസ്ലേറ്റ് ഓൺ ദ സ്ക്രീൻ, ഐ തിങ്ക് ദാറ്റ് ഹാസ് ഹാപ്പൻഡ്. അതുകൊണ്ടാണല്ലോ ഇന്നൊരു ഇന്റർവ്യൂവിൽ വേറെ ഒരു സിനിമയെ കുറിച്ച് ചോദിക്കാതെ ആ സിനിമയിൽ ആ കഥാപാത്രത്തിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത് തന്നെ ബിക്കോസ് ഓഫ് സം സോർട്ട് ഓഫ് ഇമ്പാക്ട്. സോ ആ കഥാപാത്രത്തിന് അതിൻ്റെ ഒരു ഇമ്പാക്ട് ഉണ്ടായി. ആൻഡ് ഐ എം റിയലി ഗ്ലാഡ് ഇറ്റ് ഈസ് ദെയർ. അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കണമെന്നോ ആൾക്കാർ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യണമെന്നൊന്നുമില്ല. ഇറ്റ് ഈസ് ഇൻ ദെയർ ഹാർട്ട്സ്. I believe if it's a nice character, it will be there in their heart. And I think it was well appreciated. കൂടുതൽ സംസാരിക്കണമെന്നൊന്നും തോന്നിയില്ല. I really enjoyed playing that character. ഈ പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ ഏറ്റവും യുണീക്ക് ആയിട്ടുള്ള പാട്ട് എന്ന് പറയുന്നത് ജനറൽ ആയിട്ടുള്ളൊരു ചതിച്ചിട്ട് പോയ ഒരു തേപ്പുകാരി എന്നുള്ള ഒരു ഗേളിനെ മെൻഷൻ ചെയ്യുന്നതിന് പകരം അവർക്കൊരു സൈഡുണ്ട്. എന്തുകൊണ്ടായിരിക്കാം, അതായത് സാധാരണ രീതിയിൽ ഇപ്പോൾ അതിൽ നായകന്റെ പെർസ്പെക്റ്റീവിൽ എന്താണ്, അവള് വേറൊരുത്തനെ കിട്ടിയപ്പോൾ അവള് ചതിച്ചിട്ട് പോയി. പക്ഷെ അവൻ ചെയ്തത് എന്താന്ന് അവൻ ആലോചിക്കുന്നില്ല. ആൻഡ് ഓൾസോ ഈ പറഞ്ഞ കഥാപാത്രം അവനെ വിട്ടിട്ട് പോയിട്ടും അവളുടെ ഉള്ളിൽ ആ ഗിൽറ്റ് ഉണ്ടെന്ന്. അതായത് ഇങ്ങനെ ഒരു പയ്യനെ അവനെന്നെ സ്നേഹിച്ചതാണ്, അവൻ എന്നെ വിട്ടിട്ട് പോയി എന്നുള്ള ഗിൽറ്റ് അവളുടെ ഉള്ളുണ്ട്. അപ്പൊ അതിനെന്താണ് അവൾക്ക് ചെയ്യാൻ പറ്റുക? വാട്ട് ക്യാൻ ഷി ഡു നൗ? വേറെ കല്യാണം കഴിച്ച് സെറ്റിൽ ആയി. ഷി കാൻ ഡു സംതിങ് അബൌട്ട് ദി അതർ മാരേജ്, റൈറ്റ്? ദ മാരേജ് ഷി ഹാസ്, റൈറ്റ്? സോ വാട്ട് ക്യാൻ വി ഡു? ഏറ്റവും പ്രാക്ടിക്കൽ ആയിട്ട് നമ്മൾ മനുഷ്യന്മാരെ എങ്ങനെയാണോ അതിന്റെ ഒരു സ്ലൈസ് എടുത്ത് വെച്ചു എന്ന് മാത്രം. ഇന്നത്തെ കാലത്ത് അങ്ങനെ തന്നെയാണല്ലോ. എത്ര ആൾക്കാർ ഡിവോഴ്സ് കഴിഞ്ഞതിന് ശേഷം കോ പാരന്റിങ് ചെയ്യുന്നു, വളരെ ഫ്രണ്ട്ലി ആയിട്ട് ബിഹേവ് ചെയ്യുന്നു. സോ ദാറ്റ് ഷുഡ് ബി നോർമലൈസ്ഡ്. നമ്മൾ ഒരു ബാഡ് ഇൻസിഡന്റ് ഉണ്ടായതുകൊണ്ട് നമ്മൾ എനിമീസ് ആവണമെന്നില്ല, നമ്മൾ അതിനെ ഓവർകം ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ നടന്ന സംഭവം എന്ന് പറയുന്ന സിനിമയിലും ഇങ്ങനെ എന്താ പറയുക, ഒരു ഹെൽത്തി മാരേജിൻ്റെ ഒരു ലുക്ക് എങ്ങനെയായിരിക്കും, ഭയങ്കര മാച്ചോയിസ് ഒക്കെ വരുന്ന മാരേജിൻ്റെ ഒരു സംഭവം എങ്ങനെയായിരിക്കും, അങ്ങനത്തെ ആ രണ്ട് സാധനങ്ങളും കാണിച്ചിരുന്നു. അപ്പം ആ ഒരു പടത്തിൽ അത് വന്ന സമയത്തും അത് നല്ലൊരു ഒരു പോയിന്റിന് ശേഷമാണ് ആ സിനിമ ഭയങ്കരമായിട്ട് ഡിസ്കഷനിൽ വരുന്നത്. തിയേറ്ററിൽ വന്നു, നല്ല അഭിപ്രായം വന്നു, പക്ഷെ OTT-ലൊക്കെ വന്നതിന് ശേഷം കുറേം കൂടെ ഓക്കെ ആൾക്കാർ അതിൻ്റെ പല പല ലെയറുകളൊക്കെ എടുത്ത് ഇതാക്കും. ഇപ്പോൾ നമ്മളൊരു സിനിമ കമ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ ഡിസ്കസ് ആവണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഓരോ പോയിന്റുകൾ ഉണ്ടാവും. പക്ഷെ ചിലപ്പോൾ ആ സിനിമ അതിന് ശേഷം നമ്മളൊന്നും ചിന്തിക്കാത്ത രീതിയിൽ നമ്മുടെ കഥാപാത്രവും ഡിസ്കഷൻസ് ഒക്കെ നടക്കും. നടന്ന സംഭവത്തിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു കാര്യം സംഭവിച്ച പോലെ ഐ മീൻ നിങ്ങൾ അണിയറ പ്രവർത്തകർ എപ്പോഴെങ്കിലും പിന്നീട് കണ്ടിട്ട് ലൈക്ക് ആളുകൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നു? ഇല്ല, അങ്ങനെയല്ല. എനിക്ക് വന്ന മെസ്സേജസ് ആണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ ആൾക്കാർ എന്നെ കാണുമ്പോൾ എൻ്റെ അടുത്ത് പറയണ ചില കാര്യങ്ങളാണ്. നടന്ന സംഭവം എന്ന് പറഞ്ഞ സിനിമ ഞാൻ കമ്മിറ്റ് ചെയ്തപ്പോൾ ഐ തോട്ട് ബിജു ചേട്ടൻ്റെ ക്യാരക്ടറും എൻ്റെ ക്യാരക്ടറും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് ഞാൻ സിനിമയിൽ കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഐ ടുക്ക് ഇറ്റ് അപ്പ്. കാരണം ടു സീ എ ഹെൽത്തി റിലേഷൻഷിപ്പ് ഇന്നത്തെ കാലം എന്നല്ല, കുറേ പേർക്ക് ഹെൽത്തി റിലേഷൻഷിപ്പ് എന്താണ് എന്ന് ചിലപ്പോൾ അവരുടെ തോട്ട്സ് അതിൽ സ്ക്യൂഡ് ആയിരിക്കാം, യുനോ. സോ അപ്പോൾ അങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റ് എൻ്റെ അടുത്ത് വന്നപ്പോൾ ഐ വാസ് ലൈക്ക് ദിസ് ഇസ് സംതിങ് ദാറ്റ് നമുക്ക് കാണിക്കേണ്ട ഒരു സംഭവമാണ്. യെസ്, ഓഫ് കോഴ്സ് സിനിമ ടോക്സ് അബൌട്ട് മെനി അതർ തിങ്സ്, അത് വേറെ കാര്യം. പക്ഷേ ഇങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഒരു സിനിമ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ആ സിനിമ കമ്മിറ്റ് ചെയ്തത്. ആൻഡ് ആ സിനിമ റിലീസായപ്പോഴും ആൾക്കാർ ഇത് നോക്കിയും കണ്ട് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ദാറ്റ് ഹേ വാട്ട് എ ലവ്ലി വൈഫ് ക്യാരക്ടർ യു പ്ലേഡ്, ഇങ്ങനെ ലൈക്ക് ലിവ് ആൻഡ് ലെറ്റ് ലിവ് എന്നൊരു ഇതായിരുന്നു ഇവർക്ക് രണ്ടുപേർക്കും.
സോ ദെൻ അത് അങ്ങനെ ആൾക്കാർ നോട്ടീസ് ചെയ്തു. കാരണം അത് വളരെ സ്ട്രോങ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടൊന്നുമില്ല അതിന്റെ സിനിമയിൽ. വേറെ കുറെ ഏരിയാസും ഉണ്ടല്ലോ ഭയങ്കര ഇന്റൻസ് ആയിട്ട് അതെ, സിനിമ പക്ഷെ ദിസ് ഇസ് ജസ്റ്റ് ബൈ ചാൻസ് അങ്ങനെ കാണിച്ചു പോകുന്ന ഒരു സംഭവമാണല്ലോ. പക്ഷെ ഇത് ആൾക്കാർ നോട്ടീസ് ചെയ്യണു എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് എ ബിഗ് തിങ്. കാരണം ഓക്കെ, ആ റിലേഷൻഷിപ്പ് വർക്ക് ആയതുകൊണ്ടല്ലേ ആൾക്കാർ നോട്ടീസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു നോൺ ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് സ്ക്രീനിൽ പോർട്രേ ചെയ്യാൻ പറ്റിയെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ്, ഐ തിങ്ക് ഇറ്റ് വാസ് വെരി സക്സസ്ഫുൾ ആസ് എ ഫിലിം. ഓക്കെ, ഇപ്പൊ നമുക്ക് എന്തായാലും JSKയിലേക്ക് വരുമ്പോൾ നമ്മൾ സുരേഷ് ഗോപി എന്നുള്ളൊരു നടനെ പറ്റിയിട്ട് സംസാരിക്കണം. അപ്പം അദ്ദേഹത്തിന്റെ എല്ലാ വേഷങ്ങൾക്കും ഈ പറയുന്നത് പോലെ വല്ലാത്തൊരു പവർ നമുക്ക് എല്ലാ സമയത്തും ഫീൽ ചെയ്യും. അങ്ങനെ അതല്ലാതെ ഇപ്പൊ നമുക്ക് ഇന്നലെയിലൊക്കെ ഉള്ള പോലെയുള്ള അങ്ങനെ ഒരു പവർഫുൾ അല്ലാത്ത രസമുള്ള വേഷങ്ങളാണ്. ഇപ്പൊ നമ്മൾ സുരേഷ് ഗോപിനെ ആ ഒരു ടൈം ഇപ്പൊ ഒരു റീസെന്റ് കാണുന്ന എല്ലാ സ്ഥലത്തും കുറച്ചും കൂടെ അങ്ങനത്തെ വേഷങ്ങളാണ് വന്നിട്ടുള്ളത്. നമുക്ക് ആഗ്രഹമുണ്ട് മറ്റേ ഒരുപാട് പറയുന്നില്ല. മറ്റേ ഓക്കെ ഇങ്ങനെ You can അല്ലാത്തൊരു take that one word from me. വരും. ഓക്കെ, നൈസ്. അപ്പോൾ എങ്ങനെയാണ് ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ നമ്മളൊക്കെ എക്സ്പെക്ട് ചെയ്യുന്ന അദ്ദേഹത്തിന്റെ എന്താ പറയാ, അദ്ദേഹത്തിന്റെ സോണാണ് ഇതിനകത്ത് നമുക്ക് അറിയുന്നിടത്തോളം ഈ കഥാപാത്രം. അപ്പൊ അങ്ങനെ ഒരു കഥാപാത്രം, അങ്ങനെ ഒരു നടൻ ആൾ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആളുകൾ കരുതുന്ന ഒരു സ്പേസിൽ നിങ്ങൾക്ക് നേർക്ക് നേരെ അത് കാണാൻ കഴിയുമ്പോൾ, അല്ലെങ്കിൽ എന്തൊക്കെയാ നിങ്ങൾക്കൊരു എക്സ്പീരിയൻസ് തന്നെയാണ്, ബട്ട് അത് നല്ല നമുക്ക് നേർക്ക് നേരെ അത് കാണുമ്പോൾ ആൾ എന്തിലാണ് ശ്രദ്ധിക്കുന്നത്, ആൾ എങ്ങനെയാണ് ആ ഇമോഷൻ അത്രയും പവർഫുൾ ആയിട്ട് പോർട്രേ ചെയ്യുന്നത്, അതൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കാണാൻ പറ്റുമല്ലോ. ഈ കഥാപാത്രത്തിന് ബേസിക്കലി ആളുടെ ഒരു ലൈക്ക് ഒരു അറിവുണ്ടല്ലോ, ലൈക്ക് ദ നോളജ് ഹി ഹാസ്. അതാണ് ബേസിക്കലി ഈ ക്യാരക്ടറിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, ആളുടെ ഡയലോഗ് ഡെലിവറി. അത് ആള് ഏത് സിനിമയിലാണെങ്കിലും ആളത് അടിപൊളിയായിട്ട് ചെയ്യുന്ന നമുക്കറിയാം. അപ്പോ it looks very effortless. I think it's effortless for him because of the knowledge he has. Because Rucheji പറഞ്ഞ പോലെ the resource he has is so vast that അത് അത്രയധികം കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് for him it's effortless. അപ്പൊ നമ്മളിത് നോക്കി കഴിയുമ്പോൾ നമുക്ക് അയ്യോ ഇതിന് മാച്ച് ചെയ്യണ്ടേന്നുള്ള ഫിയർ ഒക്കെ വരും. ബട്ട് he does it effortlessly. അപ്പൊ നമുക്ക് it's like an inspiration, you know, you just look at him and the way he does it, it's like magic. അപ്പൊ നമ്മളാ ചുമ്മാ നോക്കി നിന്ന് പോകുന്നുള്ളത്. മാധവ് സുരേഷിന്റെ സിനിമയ്ക്ക് വരുന്ന സമയത്ത് ആക്ച്വലി ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അച്ഛൻ്റെ ഒപ്പം ഉള്ള ഒരു സ്ക്രീൻ സ്പേസ് എന്നുള്ളത്. Yeah, for sure. ഓക്കെ, എങ്ങനത്തെ വേഷം ചെയ്യാനായിരുന്നു ആഗ്രഹം? എനിക്ക് കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യുന്ന ആഗ്രഹമുള്ള എന്റെ ചേട്ടൻ്റെ കൂടെ ആയിരുന്നു. അതും നടക്കുന്നു, ദൈവം സഹായിച്ചു. സോ ചെറുപ്പത്തിൽ എന്ത് വേഷത്തിൽ വരണം എന്നായിരുന്നു ആഗ്രഹം? ഇപ്പൊ നമ്മൾ അച്ഛന്റെ കൂടെ അഭിനയിക്കണം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കുമല്ലോ. എന്റെ ആഗ്രഹപ്രകാരമാണെങ്കിൽ അച്ഛൻ്റെ കൂടെ ഒന്നല്ല ഒരു 10 സിനിമ ചെയ്താൽ കൊള്ളാവുന്നുണ്ട്. പല പല വേഷങ്ങളും പല ക്യാരക്ടേഴ്സും ചെയ്യാമല്ലോ. അച്ഛനും മോനുമായിട്ടും ചെയ്യാം, ഒരു ചെറുപ്പമുള്ള വില്ലനും കുറച്ചുകൂടെ പ്രായമുള്ള ഹീറോ ആയിട്ടും ചെയ്യാം. അച്ഛനെതിരെ ഒരു വില്ലൻ വേഷമൊക്കെ ആഗ്രഹമുണ്ടോ? Yeah, sure. Imagine being a villain to a superstar. That's something any actor would want to do. So ശ്രുതിയുടെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഞാൻ ഇതിൽ വക്കീലായിട്ടാണല്ലോ, അപ്പോൾ ഒരു വക്കീൽ. സോ അപ്പോൾ എൻ്റെ ഡയലോഗ്സും കാര്യങ്ങളും കുറച്ച് ഹെവി ആയിട്ടുള്ള ഡയലോഗ്സ് ആണ്, കുറേ ലീഗൽ ടേംസ് ഉണ്ട്. അപ്പോൾ ഇങ്ങോട്ടും അങ്ങോട്ടും മാറിയ പ്രശ്നമുള്ള ഡയലോഗ്സ് ആണല്ലോ. പക്ഷേ അപ്പം ഞാനിങ്ങനെ ഡയലോഗ് പഠിച്ചിട്ടിങ്ങനെ വരും. പക്ഷെ അത് പറയുമ്പോൾ പിന്നെ സുരേഷ് ചേട്ടൻ വിൽ ഫൈൻഡ് എ ഫ്ലോ ഇൻ ഇറ്റ്. ഈ ടേം അല്ല നമ്മൾ യൂസ് ചെയ്യേണ്ടത്, നമ്മളത് അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല, ഇങ്ങനെ മാറ്റി പറയണം. അപ്പോൾ ഹീസ് സോ കോൺഫിഡൻറ്റ്, യുനോ. ഓഫ് കോഴ്സ് കോൺഫിഡൻസ് ഓൾസോ കംസ് വിത്ത് എക്സ്പീരിയൻസ്, അതൊക്കെ ഉണ്ട്. പക്ഷെ ആ കോൺഫിഡൻസ് ഉള്ളത് നമുക്കൊരു സൈഡിൽ കൂടെ പോകുന്ന ആൾക്കും ആ കോൺഫിഡൻസ് നമുക്ക് കിട്ടും. ലൈക്ക് യു നോ ഹീസ് ദേ, അപ്പോൾ നമ്മൾ ചെയ്യുന്നത് കറക്റ്റാണ്, പറയുന്ന ഡയലോഗ്സ് കറക്റ്റാണ്, ടേംസ് കറക്റ്റാണ് എന്നൊരു കോൺഫിഡൻസ് എനിക്ക് പേഴ്സണലി തന്ന ഒരു ആക്ടറാണ്. ഒരുപാട് റീഅഷുറൻസ് ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് എ ലവ്ലി വർക്കിംഗ് എക്സ്പീരിയൻസ്. കാരണം അത്രയും നോളജബിൾ ആയിട്ടുള്ള ഒരാളാണ്. സോ ഫ്രം ഹിം ടു ഗെറ്റ് ഇറ്റ് വാസ് റിയലി നൈസ്. വൈഷ്ണവിക്ക് എങ്ങനെയായിരുന്നു? ഇപ്പൊ കിഷ്കിന്ധാകാന്ഡത്തിന് ശേഷമാണ് JSK വരുന്നത്. ഇപ്പൊ കിഷ്കിന്ധാകാന്ഡത്തിന് JSK അഭിനയിച്ചതാണോ? അഭിനയിച്ചത് എങ്ങനെയാ? ഫസ്റ്റ് ഇതാണ് 2022 നവംബറിൽ ഷൂട്ടിംഗ് തുടങ്ങിയ. ഇപ്പം റാപ്പ് ആവുന്നതൊക്കെ ഷൂട്ടൊക്കെ റാപ്പ് ആവുന്നത് ഇതാണോ, അല്ലെങ്കിൽ ആ ടൈമിൽ തന്നെ ഷൂട്ട് എല്ലാം കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഇത് റാപ്പായി കഴിഞ്ഞിട്ടല്ലേ കിഷ്കിന്റെ കണ്ടും തുടങ്ങിയത്? അല്ലല്ല, മിഡിലായിരുന്നു. നമ്മുടെ ബാംഗ്ലൂർ സ്കെഡ്യൂൾ കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയത്. അപ്പൊ ഇതായിരുന്നു ഒരുപാട് ടൈം എടുത്ത് ഷൂട്ട് ചെയ്ത സിനിമ.
ഷഫീഖിന്റെ സന്തോഷം, ഷഫീഖിന്റെ. ദെൻ JSK. അത് second കഴിഞ്ഞിട്ടാണ് second. കഴിഞ്ഞാണ് കിഷ്കിന്ധ. കിഷ്കിന്ധാണ്ടം. ആ ഓക്കെ ഓക്കെ. അപ്പൊ അതിന്റെ നടുക്കിൽ തന്നെ അപ്പൊ ഇതിന് ശേഷമാണ് അതില്ലേ? ഓക്കെ. ഞാൻ വിചാരിച്ചു മറ്റേ കിഷ്കിന്ധാണ്ടത്തിന്റെ സ്ക്രിപ്റ്റേ ഭയങ്കര ഒരു ഗ്രിപ്പിംഗ് ആണല്ലോ. സ്വാഭാവികമായിട്ടും JSKന്റെയും സ്ക്രിപ്റ്റ് ആസ് വൈസ് ഭയങ്കര രസമാണല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു ലൈക്ക് ആള് ഭയങ്കരമായിട്ട് സ്ക്രിപ്റ്റ് നോക്കി അല്ല set ചെയ്ത് വൈഷ്ണവി ഇതിൽ AD-മായിരുന്നു JSK. JSK-ല്. ഓക്കെ, അങ്ങനെ ഒരു ഏരിയയും കൂടെ ഉണ്ട്. എങ്ങനെയുണ്ടായിരുന്നു പടത്തിന്റെ ഒരു സംവിധാന അനുഭവങ്ങളൊന്ന് കേൾക്കട്ടെ. എല്ലാവരും അഭിനയ അനുഭവങ്ങൾ കേട്ടു. സംവിധാനം ചെയ്യാനുള്ള ടൈം കിട്ടിയില്ല. ആക്ച്വലി ഞങ്ങൾ എഡിമാർക്ക് ഓട്ടമായിരുന്നു. സ്വാഭാവികം. അവിടെ ഡയറക്റ്റ് ചെയ്യാൻ ഡയറക്ടർ ഉണ്ടായതുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞു അവിടെ മാധവിനെ പോയി വിളിക്കുക, ഞാൻ അനുവിനെ പോയി വിളിക്കുക, ഇതൊക്കെയാണ് എൻ്റെ പണികൾ. ആക്ച്വലി സ്ക്രിപ്റ്റ് ഞാൻ വായിക്കുന്നത് ഞങ്ങളുടെ ഒരു ഫസ്റ്റ് കോർട്ടിൻ്റെ ഷൂട്ട് കഴിഞ്ഞിട്ടാണ്. സോ അന്നേരം വായിക്കുമ്പോഴാണ് എൻ്റെ ക്യാരക്ടർ അത്രയും ഡെപ്ത് ഉള്ള അല്ലെങ്കിൽ അത്രയും ബോൾഡായിട്ടുള്ള ഈ ഒരു ഏജിലുള്ള ഒരു കുട്ടിയാണെന്ന് അറിയുന്നത്. അപ്പോൾ ലൈക്ക് എനിക്ക് തന്നെ ഒരു സന്തോഷവും സാറ്റിസ്ഫാക്ഷനൊക്കെ തോന്നിയൊരു മൊമെൻ്റ് ആയിരുന്നു. ബിക്കോസ് ഫസ്റ്റ് ഞാൻ ഞങ്ങളുടെ കോടതി സീൻ ഷൂട്ട് ചെയ്യാൻ പോയപ്പോൾ അനുവിൻ്റെ ഫ്രണ്ടാണെന്ന് അറിയാം. പിന്നെ മൊത്തം ഞാൻ കഥ മനസ്സിലാക്കുന്നത് സുരേഷ് സാറിൻ്റെ ഡയലോഗ്സ് കേട്ടിട്ടാണ്. അപ്പോൾ അതിൽ പക്ഷെ ഞങ്ങൾ പിന്നെ ആ ഒരു എക്സ്പ്രഷനൊക്കെ ഇട്ടിരുന്നു. പക്ഷെ എപ്പോഴും എനിക്ക് കഥ എന്താണെന്നുള്ളത് അറിയില്ലായിരുന്നു. ദെൻ അത് വായിച്ചു കഴിഞ്ഞപ്പോൾ ലൈക്ക് ഞാൻ തന്നെ പ്രവീൺചേട്ടനോട് പറഞ്ഞു, അങ്ങനെ AD-മാർ മാറിയപ്പോൾ ചോദിച്ചായിരുന്നു അങ്ങനെ AD ആയി നിന്നോട്ടെ എന്നുള്ളത്. എന്തായാലും ഞാൻ ഷൂട്ടിലുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. പക്ഷെ ലൈക്ക് AD ആയിട്ട് നിന്നുകൊണ്ട് അതെനിക്ക് എൻ്റെ ആക്ടിങ് കരിയറിൽ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് പറഞ്ഞ പോലെ കിഷ്കിന്ധാണ്ടം അതിൽ ഞാൻ ജോയിൻ ചെയ്യുന്ന ടൈമിലായാലും എനിക്കത് ഈസി ആയിട്ട് എന്താ പറയുക പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അധികം ഇരുന്ന് ആലോചിക്കേണ്ടൊന്നും വന്നില്ല. ഞാൻ അനുവിനെയായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത് ഞങ്ങളുടെ ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ. ഞാൻ സീരിയസ്ലി ഞങ്ങൾ ഇപ്പോൾ എനിക്ക് നല്ല ഓർമ്മയുണ്ട്, നമ്മുടെ ക്യാമറ പാൻ ചെയ്ത് വരുന്നൊരു മൊമെന്റിൽ എവിടെ ആക്ഷൻ എവിടെ ഫേസിൽ എക്സ്പ്രഷൻ എന്നൊക്കെ ഉള്ളത് ശരിക്കും ഞാൻ കണ്ടത് അനുവിൻ്റെ ഷൂട്ടിൻ്റെ ടൈമിൽ. സോ അങ്ങനെ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് AD ആയിട്ടുള്ള പരിപാടിയൊക്കെ. ഇപ്പൊ ഈ തെലുങ്ക് സിനിമയിലാണല്ലോ ഇപ്പം നമ്മൾ ഭയങ്കരമായിട്ട് നിൽക്കുന്നത്. ഇപ്പം എങ്ങനെയാണ് നമ്മളൊരു സ്പേസിൽ, ഇപ്പം നമ്മൾ കേരളത്തിൽ നിന്ന് വരുന്ന ഒരാളാണ്, ഒരുപാട് അഭിനേതാക്കൾ വേറെ സ്ഥലങ്ങളിൽ പോയിട്ട് അവിടെ ഒരു മെയിൻ സ്റ്റാറായി മാറുന്നതുണ്ട്. പക്ഷെ അവിടെ എങ്ങനെയാണ് ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റിയത് ആ ഓഡിയൻസ് ആയിട്ട് എന്നെ ആലോചിച്ചിട്ടുണ്ടോ? ലൈക്ക് നമുക്ക് എപ്പോഴെങ്കിലും ഒരു പിന്തിരിഞ്ഞ് നോക്കാൻ പറ്റുന്ന സമയത്ത്? ആലോചിച്ചിട്ടില്ല. പക്ഷെ ഐ തിങ്ക് ഫ്രം മൈ കരിയർ എന്നെ ഏറ്റവും ഹെൽപ്പ് ചെയ്തത് എന്താ വെച്ചാൽ ലേണിംഗ് ദ ലാംഗ്വേജ്. ഓക്കെ. ആ ഭാഷ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പകുതി ഇഷ്യൂസ് പോകും. ഐ ബിൻ ഡബിങ് സിൻസ് മൈ ഫസ്റ്റ് ഫിലിം ഇൻ തെലുഗു. ആ ഭാഷ പഠിച്ചു കഴിയുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ യു ക്യാൻ കമ്മ്യൂണിക്കേറ്റ്. നമ്മളൊരു ഡയലോഗ് പറയുന്ന സമയത്ത് നമ്മൾ ഡയലോഗ് പഠിച്ചിട്ട് പറയേണ്ട ആവശ്യമില്ല. ഒരാൾ ഇംപ്രവൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ ബാലൻസ് ചെയ്യാനായിട്ടുള്ള കഴിവ് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഭാഷയിൽ നമുക്കൊരു കമാൻഡ് ഉണ്ടായിരിക്കണം. സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഐ തിങ്ക്. അപ്പോൾ അതില്ലാതെയും there are stars, but people who know the language അവർ പറയുന്നതിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ആൻഡ് ഓൾസോ ദ ഫാക്ട് ദാറ്റ് ഞാൻ ഈ ഭാഷ പഠിച്ച് അതിങ്ങനെ ഡബ് ചെയ്യാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ഒരു സ്റ്റേജിൽ ഞാൻ പൊട്ട തെലുഗു ആണെങ്കിലും അത് ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ പറയുന്നു എന്നുള്ളൊരു സിമ്പത്തി ഉണ്ടല്ലോ. ഐ തിങ്ക് ദാറ്റ് സിമ്പത്തി ഓൾസോ കൈൻഡ് ഓഫ് വർക്ക്ഡ്. അപ്പോൾ ഇനീഷ്യലി അന്നൊക്കെ ഞാനിങ്ങനെ ഒരു കുഞ്ഞ് സ്പീച്ചൊക്കെ പ്രിപ്പയർ ചെയ്ത് ഓഡിയോ ലോഞ്ചിന് ഞാനിത് പഠിച്ച് ബൈ ഹാർട്ട് ചെയ്ത് അയ്യോ തെറ്റിക്കില്ലേ എന്ന് പറഞ്ഞാൽ ഞാൻ പോകും. പക്ഷെ ഇന്ന് അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് കാൻഡിഡ് ആയിട്ട് എന്ത് വന്നാലും സംസാരിക്കാനുള്ളൊരു ഇതുണ്ട്. സോ ഐ തിങ്ക് ആ ഭാഷ ആണ് നമ്മൾ ഏറ്റവും ആദ്യം ടാക്കിൾ ചെയ്യേണ്ടത്. എങ്ങനെയാ പഠിച്ചത്? ആക്ച്വലി വാശിപ്പുറത്ത് പഠിച്ചതാ. ആദ്യത്തെ പടത്തില് സമാന്ത നിതിനായിരുന്നു ആക്ടേഴ്സ്. ഞാനിങ്ങനെ സൈഡിൽ ഒരു മുക്കിലിരിക്കുക, എനിക്ക് ഭാഷ ഒന്നും അറിയില്ലല്ലോ. സമാന്തയും പിന്നെ അവിടുത്തെ ബാക്കിയുള്ള ടീമിലെ ആൾക്കാരൊക്കെ അവിടെ ഇരുന്ന് സുഖമായിട്ട് ഇങ്ങനെ തെലുഗു പറയുന്നു, തെലുഗുവിൽ ചിരിക്കുന്നു. ഇവരെന്താ പറയണേന്ന് എനിക്കറിയില്ല, എന്നെ കുറിച്ച് കുറ്റം പറയുകയാണോ എന്നൊന്നും അറിയില്ല. എൻ്റെ മാനസികമായിട്ടുള്ള സമ്മർദ്ദം മനസ്സിലാക്കിയ ഡയറക്ടറിൻ്റെ അടുത്ത് വന്നിരുന്ന് ഈ സ്റ്റാർട്ട് ട്രാൻസ്ലേറ്റിങ്. ഇവരൊക്കെ എന്താ പറയണേന്ന് എൻ്റെ അടുത്ത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ തുടങ്ങി. ഫസ്റ്റ് സ്കെഡ്യൂൾ കഴിഞ്ഞു. ഏകദേശം ഒരു 13 ദിവസം കൊണ്ടിരുത്തി 2 ദിവസം മാത്രമേ ഷൂട്ട് ചെയ്തുള്ളൂ. സിനിമയിൽ മൊത്തത്തിൽ 6 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ പിന്നെ ദാറ്റ്സ് ഓൾ നീഡഡ്. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് സ്കെഡ്യൂൾ കഴിഞ്ഞ് ബ്രേക്ക് കിട്ടിയ സമയത്ത് ഞാൻ ഡിസൈഡ് ചെയ്തു, ഞാൻ സംസാരിച്ചിട്ടെങ്കിലും ഇവരെന്താ പറയണേ, പൊട്ട വാക്കുകളെങ്കിലും പഠിച്ചു പോകണം, ഇവരെന്നെക്കുറിച്ച് എന്താ പറയണേന്ന് അറിയണം. അങ്ങനെ ഐ കെയിം ഹോം. തെലുഗു സിനിമകൾ ഞാൻ ആദ്യമായി തെലുഗുവിൽ തന്നെ കണ്ടു തുടങ്ങി. നമ്മളെല്ലാം ഈ ഡബ് ചെയ്ത അല്ലു അർജുൻ പടങ്ങളൊക്കെ കണ്ടിരുന്നത്. ആദ്യമായി തെലുഗുവിൽ തന്നെ കണ്ടു. അതേ പടം ഞാൻ സബ് ടൈറ്റിൽ ഇല്ലാണ്ടാണ് കണ്ടത്. 2ഉം 3ഉം പ്രാവശ്യം ഞാൻ ഇരുന്ന് കണ്ടു. സ്ലോലി അവരുടെ ബോഡി ലാംഗ്വേജ് മനസ്സിലായി, ചില വാക്കുകൾ അങ്ങനെ പിക്ക് ചെയ്തു. അങ്ങനെ മൾട്ടിപ്പിൾ അതർ തെലുഗു ഫിലിംസ് സബ് ടൈറ്റിൽ ഇല്ലാതെ ഞാൻ അത് എന്താണെന്ന് അറിയാൻ വേണ്ടി വീണ്ടും കണ്ട്
എക്സസ് സ്കെഡ്യൂൾ ആയപ്പോഴേക്കും എനിക്ക് കുറച്ച് വാക്കുകളൊക്കെ കിട്ടി തുടങ്ങി. പിന്നെ എൻ്റെ സ്റ്റാഫ്, എൻ്റെ അസിസ്റ്റൻസ് ഒക്കെ തെലുഗു ആയതുകൊണ്ട് അവരോട് എനിക്ക് മനസ്സിലായില്ലെങ്കിൽ എന്നോട് തെലുഗുയിൽ തന്നെ സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഓക്കെ അങ്ങനെ ഞാൻ ഗൂഗിൾ ചെയ്യും, ഓരോ വാക്കുകൾ എഴുതും, അങ്ങനെ ഇങ്ങനെ പഠിച്ച് അവസാനം ഇങ്ങനെ പഠിച്ചു. ഇപ്പം പുതിയ പടം ഇപ്പം ബൈസന്റെ ഒരു വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പൊ ഒരു മാരി സെൽവരാജ സിനിമയിൽ അങ്ങനെ വരിക എന്ന് പറയുന്നത്, ഇപ്പൊ ഈ അടുത്ത് നമുക്ക് നിഖില വിമല ഉണ്ടായിരുന്നു വാഴയിൽ അങ്ങനത്തെ ഒരു വേഷം ചെയ്ത്, മറ്റു വേഷങ്ങളിലും ആളുകൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും എസ്പെഷ്യലി കേരളത്തിൽ ഒരുപാട് ഈ മൂവി ബഫ് ആയിട്ടുള്ള ആളുകൾക്കിടയിൽ അങ്ങനെ ഒരു ഭയങ്കരമായിട്ട് ആളുകൾ ലുക്കപ്പ് ചെയ്യുന്ന ഒരു ഡയറക്ടറും കൂടിയാണ്. അദ്ദേഹത്തിന്റെ ഫസ്റ്റ് മൂവി തൊട്ട് എല്ലാം ഇവിടെ നന്നായി ഫോളോ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നത് അനുപമ ഈ ബൈസനും പെറ്റ് ഡിറ്റക്റ്റീവ്സ് എന്നൊക്കെ പറയുന്നത് ആക്ച്വലി മലയാളികൾക്ക് ഒരു 3 പടം കിട്ടുന്ന സന്തോഷം ഉണ്ടാവും. കാരണം നമ്മൾ മാരി സെൽവരാജിന്റെ പടങ്ങളും അങ്ങനെ പോയി കാണുന്നത് കൊണ്ട്. ബൈസനെ പറ്റിയിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? ബൈസൺ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ജേർണി ആയിരുന്നു. ഞാൻ മാരി സാർ ഇതിനു മുന്നേ എന്നെ 1-2 പ്രാവശ്യം വിളിച്ചിരുന്നു ആളുടെ മുന്നത്തെ 2 സിനിമകളിൽ. അതിൽ ഫസ്റ്റ് പരിയരും പെരുമാളായിരുന്നു. അതെ, അപ്പോൾ അങ്ങനെ ഒരു നല്ല സിനിമ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ അത് കഴിഞ്ഞ് എന്നെ വേറൊരു സിനിമയിൽ ഒരു കഥാപാത്രത്തിനെ വിളിച്ചിരുന്നു, അത് ചെയ്യാൻ പറ്റിയില്ല. ഫൈനലി വീണ്ടും എന്നെ വിളിച്ചപ്പോൾ ഐ വാസ് ലൈക്ക് വെരി ഹാപ്പി. 2 പ്രാവശ്യം ഞാൻ ചെയ്തില്ല, 3ാമത്തെ പ്രാവശ്യം ഹി കോൾ മീ. ഐ വാസ് വെരി ഹാപ്പി. എല്ലാവരും പറഞ്ഞിരുന്നു മാരി സാറിൻ്റെ കൂടെ ഉള്ളത് വളരെ ഡിഫറെൻ്റ് ആയിട്ടൊരു ജേർണി ആയിരിക്കും, ഈസ് ക്വൈറ്റ് സ്ട്രിക്റ്റ്, അപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞിരുന്നു. സോ ഐ വെൻറ്റ് വിത്ത് ലോഡ് ഓഫ് ഫിയർ. ആദ്യത്തെ ഒരു ദിവസമൊക്കെ ബിക്കോസ് ഓഫ് ഓൾ ദിസ് ആൻറ്റിസിപ്പേഷൻ ഭയങ്കര പേടിയായിരുന്നു. ബട്ട് ദെൻ ഇവൻച്വലി ഐ സ്റ്റാർട്ടഡ് അണ്ടർസ്റ്റാൻഡിങ് വാട്ട് ഹി വാണ്ട്സ്. അപ്പോൾ ഒരു എന്താ പറയുക, ഒരു ഐസ് ബ്രേക്കിംഗ് പോലത്തെ ഒരു ഇതായിരുന്നു. നമ്മൾ കുറേ നാളായിട്ട് ഭയങ്കര മൊണോട്ടണസ് ആയിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു ജേർണിയിൽ നിന്ന് ഒരു ബ്രേക്ക് വന്ന് നമ്മളൊന്ന് കുലുക്കി റിഫ്രഷ് ചെയ്ത് വിട്ടതുപോലെയാണ് ഇറ്റ് വാസ് ലൈക്ക് ദാറ്റ് പ്രോസസ്. അപ്പോൾ വി ഹാഡ് ടു ഡു സോ. ഞാനുണ്ട്, രജിഷ വിജയനും ഉണ്ട്. അപ്പോൾ സോ ബോത്ത് ഓഫ് us ആർ ഡൂയിങ് ദാറ്റ് ഫിലിം. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചായിരുന്നു. കുറേ നമുക്ക് ഒരു പരിചയമില്ലാത്ത കുറേ പരിപാടികളും കാര്യങ്ങളൊക്കെ പഠിക്കേണ്ടി വന്നു. ഈ കക്ക പെറുക്കൽ, കക്ക ക്ലീൻ ചെയ്യൽ തൊട്ട് ഇഷ്ടിക ഉണ്ടാക്കൽ തൊട്ട് മറ്റേ ഒരുപാട് പണികൾ നമുക്ക് അറിയാത്ത സാധനങ്ങളൊക്കെ നമ്മൾ പഠിക്കുകയും ചെയ്തു. പിന്നെ ആ ഒരു ഗ്രാമത്തിലാണ് ഷൂട്ട് ചെയ്തത്. ആ ഗ്രാമത്തിലെ മാരി സാറിൻ്റെ നാട്ടിലെ ആൾക്കാർ തന്നെയായിരുന്നു അതിൽ അഭിനയിച്ചത്. അതുകൊണ്ടാണ് ആളുടെ സിനിമകളുടെ അടുത്തൊക്കെ ഭയങ്കര റിയലിസ്റ്റിക് ആയിരിക്കും ഓരോ ക്യാരക്ടറും കാണാനായിട്ട്. സോ ദ സീക്രട്ട് ഇസ് ദാറ്റ്. അപ്പോൾ ആളുടെ പല രീതികളും ആൻഡ് എക്സ്ട്രീംലി പാഷനറ്റ് ആൻഡ് ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ്. ആൻഡ് ദിസ് ഇസ് എ കബഡി ബേസ്ഡ് ഫിലിം. സോ ധ്രുവ് ഇസ് പ്ലേയിങ് ദ ഹീറോ ഇൻ ഇറ്റ്. ആൻഡ് ആ കബഡി ഗ്രൗണ്ടിൽ ഇവരൊക്കെ കാണിച്ചു കൂട്ടുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എൻ്റെ അമ്മയും തോന്നിപ്പോവും. അത്ര ഈ ഹാഡ് ലൈക്ക് 24 hour സ്കെഡ്യൂൾസ് ഒക്കെയാണ് കണ്ടിന്യൂസ്ലി ഉണ്ടാവുക. സോ ഇറ്റ് വാസ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ്. ലെറ്റ്സ് സീ ഹൗ ഇറ്റ് കംസ്. ഈ വാഴയുടെ ബിഹൈൻഡ് ദ സീൻ വന്ന സമയത്ത് ആ കുട്ടി ഇങ്ങനെ വാഴത്തോട്ടത്തിലൂടെ വീഴുന്നത് മാരി സെൽവരാജ് തന്നെ ഫുൾ അത് കാണിക്കുന്നത്, അങ്ങനെ എല്ലാ സീനും ആളിങ്ങനെ ആക്ട് ചെയ്യും. ഡെഫിനറ്റ്ലി. അതായത് അവിടെ ഒരു കബഡി സീൻ നടക്കുന്നുണ്ട്. ഇഫ് ധ്രുവ് ഹാസ് ടു ഡു ഇറ്റ് 10 times, മാരി സർ ഓൾസോ വിൽ ഡു 10 times. ഇതൊരു കബഡി ബേസ്ഡ് ഫിലിം ആയതുകൊണ്ട് തന്നെ മോസ്റ്റ് ഓഫ് ഇറ്റ് വാസ് കൊറിയോഗ്രാഫ്ഡ് ബൈ മാരി സർ ഓൺലി. നിലത്ത് കിടന്ന് ഉരുളും, ഒരു കാലമോ ഒരു ദിവസം മറ്റേ ബാൻഡേഡ് ഉണ്ടാവും, മറ്റേ കാലമോ വേറൊരു ദിവസം ഉണ്ടാവും. സോ ഹിസ് ജസ്റ്റ് എക്സ്ട്രീംലി പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ്. അപ്പോൾ ഐ റിയലി ഫീൽ ബ്ലെസ്ഡ് ദാറ്റ് ഐ കുഡ് വർക്ക് വിത്ത് ഹിം. മാധവ് സുരേഷിനോട് ചോദിക്കാം, ഇപ്പൊ നമ്മള് ഈ ചിലർ കരിയറിലേക്ക് വരുന്ന സമയത്ത് ഈ മീഡിയ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ, അത് പല ആക്ടേഴ്സും ആക്ച്വലി ബോളിവുഡിൽ നിന്നൊക്കെ ഉള്ള ആൾക്കാർ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ മാധവ് സുരേഷ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ ആ റാഷ് ഡ്രൈവിങ്ങിനെ കുറിച്ചിട്ട് ആ ഒരു മൊമെന്റിൽ സ്റ്റോറി ഇടുന്ന കാര്യമാണെങ്കിലും അല്ലെങ്കിൽ ചില സമയത്ത് ഇപ്പൊ തന്നെ സംസാരിക്കുന്ന സമയത്ത് ആദ്യമേ പറഞ്ഞത് ഈ സിനിമയെ എങ്ങനെയാണ് ഒരു കേരള സർക്കാരിനെതിരായിട്ട് കാണരുത് എന്നുള്ള ഒരു വ്യൂ പോയിന്റ് അവിടെ അവതരിപ്പിക്കുന്നുണ്ട്. ലൈക്ക് ഇപ്പൊ നമ്മൾ ചില സമയത്ത് എസ്പെഷ്യലി പബ്ലിക് ഫിഗർ ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ ചില സമയത്ത് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഈ കൈൻഡ് ഓഫ് ഒരു എന്താ പറയാ നമുക്ക് ഇങ്ങനെ പറയാം എന്നുള്ള കാര്യങ്ങളിലേക്ക് ഒരു സ്പേസിലേക്ക് എത്താം. അല്ലെങ്കിൽ ഫസ്റ്റ് നമുക്കൊന്ന് ഇവിടെ ഒന്ന് സെറ്റ് ആയതിനു ശേഷം നമ്മുടെ വ്യൂ പോയിന്റ്സ് അവതരിപ്പിക്കാം എന്നുള്ള രീതികളൊക്കെ എടുക്കാറുണ്ട്. പക്ഷെ മാധവ് സുരേഷ് അങ്ങനെ ഒരു ലൈനല്ല കാണുന്നത്. ലൈക്ക് എങ്ങനെ എത്ര കംഫർട്ടബിൾ ആയിട്ട് ഞാൻ എങ്ങനെയാണോ അത് ഞാൻ അങ്ങനെ എക്സ്പ്രസ് ചെയ്യും എന്ന് പറയാൻ പറ്റുന്നത്. എസ്പെഷ്യലി നിങ്ങൾക്ക് സ്ക്രൂട്ടണി ഭയങ്കര കൂടുതലായിരിക്കുമല്ലോ, എസ്പെഷ്യലി സിനിമയിലുള്ള ആളുകളാകുമ്പോൾ എന്ത് പറഞ്ഞാലും 100 പേര് തിരിച്ചു പറയാനും ഉണ്ടാവും. ഹൗ ഡു യു ഇങ്ങനെ ഒരു പേഴ്സണാലിറ്റി എന്ത് പറഞ്ഞാലും എന്ത് പറഞ്ഞില്ലെങ്കിലും പ്രശ്നം വരും. എന്ത് പറഞ്ഞാലും ഇല്ലെങ്കിലും പ്രശ്നമാണ്. There's always someone out there to criticize you, to put you down. I can't change who I am to please someone else. വേറൊരാളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഞാൻ ആരാണ് എനിക്ക് അത് മാറാൻ പറ്റത്തില്ല. So if there's someone who gets offended by me or someone who gets
I can't say hurt, mostly offended. ഞാൻ Yes. എൻ്റെ ഈ പേഴ്സണാലിറ്റി കൊണ്ട് ഒഫൻഡഡ് ആയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഐ എം നോട്ട് സോറി, ദിസ് ഇസ് ഹു ഐ ആം. ആൻഡ് കുറച്ച് കഴിഞ്ഞ് സെറ്റായി അത് കഴിഞ്ഞിങ്ങനെ ആവാം. എനിക്ക് എൻ്റെ പേഴ്സണാലിറ്റി വെച്ചൊരു റബ്ബർ സ്ട്രിങ് പോലെ കളിക്കാൻ പറ്റത്തില്ല. ദിസ് ഇസ് ഹു ഐ ആം, ദിസ് ഇസ് ഹു ഐ വിൽ കണ്ടിന്യൂ ബീയിങ്. സോ ആർക്കെങ്കിലും ഇഷ്ടമില്ലെങ്കിൽ ലൈക്ക് ഐ സെഡ്, ഐ എം നോട്ട് സോറി, ദിസ് ഇസ് ഹു ഐ ആം. ഓക്കെ, അപ്പം ഇപ്പൊ നമ്മള് വല എന്ന് പറയുന്ന സിനിമ പുതിയതായിട്ട് വരുന്നതാണ്. പെറ്റ് ഡിറ്റക്റ്റീവ്സും ബൈസണും ആണ് വരുന്നതെന്ന് പറഞ്ഞു. നിങ്ങൾ രണ്ടുപേരും പുതിയ പ്രോജക്റ്റുകളൊക്കെ സിനിമയുടെ ആയിരിക്കാം, വേറെ ഉണ്ടെങ്കിൽ? ബൈപ്പാസ് ഇനി കൊച്ചിയിലെ ഷോസ് കഴിഞ്ഞു. ഇനി എനിക്കിനി 2 വെബ് സീരീസ് റിലീസിനുണ്ട്, ഫാർമയും ഐസും. പിന്നെ ഒരു സിനിമയും കൂടി റിലീസിനുണ്ട്. പിന്നെ എഴുത്തിൻ്റെ ഇതായിട്ട് ഫ്രാൻസും ഞാനും ഒരു സിനിമ എഴുതുന്നുണ്ട്. ഓക്കെ, നൈസ്. എൻ്റെ അടുത്ത സിനിമ വലതുവശത്തെ കള്, ഓക്കെ ജിത്തു സാറിന്റെ. ഓക്കെ ഓക്കെ. അഭിനയാണോ അതോ അതിലും അഭിനയം. ഇതിൽ അഭിനയിക്കാൻ വന്നതാണ്, പിന്നെ AD-ആയി മാറേണ്ടി വന്നതാണ്, അവസ്ഥയായതാണ് അങ്ങനത്തെ. അല്ല, ആക്ച്വലി അതിന്റെ അവര് വിളിച്ചിട്ടുണ്ടായിരുന്നു, AD ടീം മീറ്റ് ചെയ്യാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ജിത്തു സാറിന്റെ. അപ്പോ എന്നോട് ചീഫ് ചോദിച്ചത് AD ആവുന്നുണ്ടോന്ന്, ഞാൻ ഇല്ലാന്ന് പറഞ്ഞു, ഒഴിഞ്ഞു ചെറുതായിട്ട്. ആഗ്രഹം തീർന്നു ഇതോടുകൂടി. അതെ അതെ അതെ, ഇനിയിപ്പോഴൊന്നുമില്ല. JSK ഒരു AD ആയിട്ട് ഒരു ആക്ടറായിട്ട് ഒക്കെ വർക്ക് ചെയ്യുന്നത് just shows her passion for the work, for the art. And also when she understood that the cinema needs someone like her now, she just stepped in. That's a really good thing actually. ആക്ച്വലി അതായിരുന്നു കാരണം, മുമ്പ് ഉണ്ടായിരുന്ന ആരും ഉണ്ടായിരുന്നില്ല ടീമില്, വീണ്ടും തുടങ്ങിയപ്പോ. അപ്പോ പുതിയ വന്ന ആർക്കും ഒന്നും അറിയില്ല ആരൊക്കെ ഇത് ക്യാരക്ടർ, അവരെ കോസ്റ്റ്യൂം എന്തായിരുന്നു, അവരുടെ ലുക്ക് എങ്ങനെയായിരുന്നു. സോ നമ്മളൊരു 14 days കണ്ടിന്യൂസ് ഷൂട്ട് ഉണ്ടായിരുന്നോണ്ട് എനിക്കൊരാളുടെ ഡ്രസ്സിന്റെ പാറ്റേൺ തന്നെ കണ്ട അത്യാവശ്യം ഓർമ്മയുണ്ടായിരുന്നു, ഇത് ഇന്ന ആളുടെയാണ് അങ്ങനെയൊക്കെ ഉള്ളത്. കാരണം ഫോട്ടോസും കിട്ടിയില്ല, നമ്മുടെ കണ്ടിന്യൂറ്റി ഫോട്ടോസ് ഒന്നും കിട്ടിയില്ല. സോ അങ്ങനെ ഒരു ഇതിൽ വന്നപ്പോ നമുക്ക് ഹെൽപ്പ് ചെയ്യാതെ പറ്റില്ലല്ലോ നമ്മുടെ സ്വന്തം മനസ്സിലാക്കി. That's really good. മറ്റെന്തെങ്കിലും പ്രോജക്റ്റുകൾ രണ്ടുപേരുടെയും വരാനുണ്ടോ? ഞാൻ ജസ്റ്റ് നമ്മൾക്ക് അറിയാവുന്ന കാര്യങ്ങളിലേ ചോദിച്ചത്. എനിക്ക് കുറച്ച് പ്രോജക്ട്സ് ഉണ്ട് ഇനിയും. ഇപ്പൊ മലയാളത്തിൽ തന്നെ നെക്സ്റ്റ് എന്റെ ഇറങ്ങാൻ പോകുന്നത് പരദ എന്ന് പറഞ്ഞ സിനിമയാണ്. ഞാനും അത് തെലുഗു ഫിലിമാണ്, പക്ഷെ അത് മലയാളത്തിൽ ഞങ്ങൾ ഡബ് ചെയ്തിട്ടുണ്ട്. ഞാനും ദർശനയാണ് ആ സിനിമ ചെയ്തേക്കുന്നത്. ദാറ്റ്സ് പ്രോജക്ട് ദാറ്റ് ഐ റിയലി ലൈക്ക്. ആൻഡ് പിന്നെ പെറ്റ് ഡിറ്റക്റ്റീവ്സ് ഉണ്ട്. പോസ്റ്റേഴ്സ് ഒക്കെ നല്ല പരദ ഇസ് ഗോണ ബി എ വെരി ഡിഫറെന്റ് ഫിലിം. അതും ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ട് ചെയ്ത ഒരു സിനിമയാണ്. ഐ തിങ്ക് വൺ ഓഫ് മൈ ഫേവറേറ്റ്സ് ഓഫ് മൈൻ ആണ്. പിന്നെ എൻ്റെ തെലുഗുവിൽ 2 സിനിമകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ലൈക്ക് ദാറ്റ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാനുണ്ട്. മലയാളത്തിൽ ഇനി ഒരു 3 സിനിമ സ്റ്റാർട്ട് ചെയ്യാനുണ്ട്. ഇപ്പോൾ ഞാൻ കറന്റ്ലി അംഗം അട്ടഹാസം എന്നൊരു സിനിമയിൽ വർക്ക് ചെയ്യുവാണ്. ഇറ്റ്സ് ആൻ ഔട്ട് ആൻഡ് ഔട്ട് ആക്ഷൻ ഫിലിം. ട്രിവാൻഡ്രത്തെ ഗുണ്ടാ സ്റ്റോറി കാണിക്കുന്ന ഒരു സിനിമയാണ്. ഷൈൻ ടോം ചാക്കോ ആൻഡ് സൈജു കുറുപ്പ്, സൈജു ചേട്ടനും മക്ബൂൽ സൽമാൻ ആൻഡ് അലൻസിയ ലോപ്പസ്, ഇവർ 4 പേരാണ് സിഗ്നിഫിക്കൻറ്റ് ക്യാരക്ടേഴ്സിൽ വന്നിരിക്കുന്നത്. ആൻഡ് ഐ എം ക്വൈറ്റ് ഹോപ്പ്ഫുൾ ഫോർ ദാറ്റ് മൂവി. ഐ എം എക്സൈറ്റഡ്. അതിൽ വർക്ക് ചെയ്യുന്ന എല്ലാം ഒരുപാട് ഞാൻ ഒരു ബോയ് ആയിട്ട് പോയി വർക്ക് ചെയ്തത്. ഐ വാസ് എക്സൈറ്റഡ് ഫോർ എവറിത്തിങ് ദാറ്റ് വാസ് ഹാപ്പനിങ് ഇൻ ദാറ്റ് മൂവി. ആൻഡ് ആസ് യു സെഡ് ഏർലിയർ, വല, ഇത് രണ്ടുമാണ് ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ട് കമ്മിറ്റ് ചെയ്തിരിക്കുന്ന പ്രോജക്ട്സ്. നമുക്ക് JSKനെ പറ്റിയിട്ട് കുറച്ചിട്ടാണ് സംസാരിക്കാൻ പറ്റിയത്. അപ്പം എനിക്ക് തോന്നുന്നത് പ്രേക്ഷകർക്ക് മനസ്സിലാവുന്നുണ്ടാവും അത്രയും സസ്പെൻസുകളുള്ള അങ്ങനെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഫസ്റ്റ് ഹാൻഡ് തന്നെ പോയി കാണേണ്ട ഒരു സിനിമയായിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ കുറച്ച് സംസാരിച്ചത് അതിനെ കുറിച്ചിട്ട്. അപ്പോൾ ഒരുപാട് സന്തോഷം ഇത്രയും സമയം റിപ്പോർട്ടർ ചാനലിനോട് സംസാരിച്ചത്. താങ്ക് യു സോ മച്ച്. Thank you so much.